conductor, magnetic field, armature, rotor. Okay, അതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം റോട്ടർ പാർട്ട് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, സ്റ്റേറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒന്ന് നോക്കുക. ഇതാണ് നമ്മളുടെ ഫീൽഡ് അല്ലെ, ഇതാണ് നമ്മളുടെ ഫീൽഡ്, ഇതാണ് നമ്മളുടെ റോട്ടർ. റോട്ടർ എന്ന് പറയുന്നത് എന്താ, ആർമേച്ചർ. അപ്പൊ ഒരു DC മോട്ടറിന്റെ മെയിൻ പാർട്സ് ആർമേച്ചറും ഉണ്ട്, ഫീൽഡ് ഉണ്ട്. അപ്പൊ ഫീൽഡ് എന്തിനാ ഉപയോഗിക്കാം, എന്തിനാണ് നമുക്ക് ഫീൽഡ്? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ ഫീൽഡ് വെച്ചിട്ടുണ്ട്. ഫീൽഡ് അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടോ, അപ്പൊ നമുക്ക് ഈ ഫീൽഡ് എന്ന് പറയാൻ ഒന്നല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് വെക്കാം അല്ലെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോ മാഗ്നറ്റ് വെക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് മാത്രമാണ് എക്സൈറ്റേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആർമേച്ചറിലേക്ക് എന്ത് കൊടുത്തിട്ടില്ല, കറണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ ഫിഗർ കാണിക്കുന്ന ഇത്രേ ഉള്ളൂ, നോർത്ത് പോളിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഫിഗർ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആർമേച്ചറിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടക്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, സപ്ലൈ കൊടുത്തിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ ഫിഗർ. ഇനി ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഇതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പൊ ഫ്ലക്സ് ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യില്ല, ഫ്ലക്സ് വരച്ചിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ ഫ്ലക്സ് വരച്ചിട്ടില്ല. ഇനി നിങ്ങൾ റോട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡോട്ട് ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഏത് ഡയറക്ഷനിലാണ്? ഒരു പ്ലസ് ചിഹ്നവും കൊടുത്തിട്ടുണ്ട്, ഡോട്ട് ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. പ്ലസ് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് റെപ്രസെന്റ് ചെയ്യും? ഒരു റൗണ്ട് വരച്ചിട്ട് അതില് സെൻട്രലായിട്ട് നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓർമ്മയുണ്ടോ? അത് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും കറണ്ട്? പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് നമ്മുടെ നേർക്കാണോ വരിക, അങ്ങോട്ടാണ് പോവുക? ഓപ്പോസിറ്റ് ആണ്. നിങ്ങള് ഞാൻ അന്ന് ഒരു എക്സാമ്പിളിന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ഗൺ പോയിന്റ് ഒക്കെ വെക്കുന്ന സമയത്ത് പ്ലസ് മാർക്കിംഗ് ഇല്ലേ, അതൊന്ന് ആലോചിച്ച്. ഗൺ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടാണ് പോകുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക. ഡോട്ട് ആണെങ്കിൽ നമുക്ക് നേരെ വരുന്ന കറണ്ട്, പ്ലസ് ചിഹ്നം ആണെങ്കിൽ നമ്മളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് പോകുന്ന കറണ്ട്. ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഡോട്ട് ആണ്, നിങ്ങൾക്ക് കാണാം അല്ലേ? ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ. അപ്പൊ ഒരു കോർക്കും ഒരു സ്ക്രൂവും ഉപയോഗിച്ച് സ്ക്രൂ നമുക്ക് നേരെ മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ എങ്ങോട്ട് തിരിക്കണം? സ്ക്രൂവിന്റെ ഹെഡ് എങ്ങോട്ട് തിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ നോക്കിയേ, ആന്റി ക്ലോക്ക് വൈസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ കറണ്ട് നമുക്ക് നേരെയാണ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം, പ്ലസ്. ഇനി ഇതും സെയിം തന്നെയാണ്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നോർത്ത് സൗത്ത് എന്ന് വെച്ചാൽ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്തില്ല, ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആർമേച്ചറിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യാ, പോവാ. അപ്പൊ എങ്ങനെയായിരിക്കും? സ്ക്രൂ എങ്ങോട്ട് മൂവ്മെന്റ് ചെയ്യണം? ഫ്രണ്ടിലോട്ട് മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെഡ്, സ്ക്രൂ ഹെഡ് എങ്ങോട്ട് റൊട്ടേഷൻ ചെയ്യണം? ക്ലോക്ക് വൈസ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്ലസും ഡോട്ടും ഇടുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ വർക്കിംഗിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ പ്ലസിന്റെ സൈഡ് വെക്കാൻ പോവാ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്തു. അപ്പൊ നോർത്ത് ടു സൗത്ത് ഫ്ലക്സ് സഞ്ചരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോർത്ത് ടു സൗത്ത് ഫ്ലക്സ് പോകുന്നുണ്ട്, കണ്ടോ? ഇനി നമ്മൾ ആർമേച്ചറിലേക്കും സപ്ലൈ കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ. കറണ്ട് ക്യാരിങ് ആയ ഒരു കണ്ടക്ടർ
മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ പ്ലസിന്റെ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? സോറി, പ്ലസിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ക്ലോക്ക്. അപ്പൊ നോക്കി ഇങ്ങനെയാണ് ഫ്ലക്സ് വരുന്നത് അല്ലെ? ഈ കാണുന്ന രീതിയിലാണ് ഫ്ലക്സ് വരുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നോർത്ത് ടു സൗത്ത് സഞ്ചരിക്കുന്ന ഫ്ലക്സ് എങ്ങനെ വരുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അപ്പൊ ഇവിടത്തെയും ഫ്ലക്സുകൾ എന്ത് ചെയ്തു? ടോപ്പ് സൈഡിൽ എന്താ ചെയ്തേ? ആഡ് ചെയ്തു. കണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇനി അതിന്റെ താഴെ ഇവിടുന്ന് വരുന്ന ഫ്ലക്സ് ഇങ്ങനെയാണ് അല്ലെ? ഈ ഒരു ഡയറക്ഷൻ ആണ് താഴെ, ശരിയാണോ? ഓക്കെ, ഇനി നോർത്ത് ടു സൗത്ത് ഫ്ലക്സ് വരില്ലേ? അപ്പൊ ഇവിടുന്ന് വരുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും? എന്താ സംഭവിക്കുന്നത്? ഒപ്പോസ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ പ്ലസിന്റെ സൈഡില് ടോപ്പ് സൈഡിലെ ഫ്ലക്സുകളുടെ സ്ട്രെങ്ത് കൂടി, ബോട്ടം സൈഡിലെ ഫ്ലക്സുകളുടെ സ്ട്രെങ്ത് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫ്ലക്സ് കൂടിയ സ്ഥലത്ത് നിന്ന് ഫ്ലക്സ് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയ കാര്യമാണ്. അപ്പൊ നോക്കിയേ, നോർത്ത് ടു സൗത്ത് പ്ലസ് വരുന്ന സൈഡില് ടോപ്പ് സൈഡിലെ ഫ്ലക്സുകൾ ആഡ് ചെയ്യുകയും ബോട്ടം സൈഡിലെ ഫ്ലക്സുകൾ ഒപ്പോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് മുകളിലെ ഫ്ലക്സുകളുടെ സ്ട്രെങ്ത് കൂടി, താഴെ ഫ്ലക്സുകളുടെ സ്ട്രെങ്ത് കുറഞ്ഞു. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ഫോഴ്സ് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അതാണ് നമ്മുടെ പ്ലസ്സിൽ സംഭവിച്ചത്. ഇനി നെഗറ്റീവിൽ എന്താ സംഭവിച്ചത് നോക്കിയേ. നെഗറ്റീവിൽ എന്താ സംഭവിച്ചത്? ഡോട്ടിൽ എന്താ സംഭവിച്ചത്? ഡോട്ടില് ഡയറക്ഷൻ എങ്ങനെയാണ്? ഡോട്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ഇങ്ങനെയാണ് ഫ്ലക്സ് പോകുന്നത് അല്ലെ? ഇവിടുന്ന് ഇങ്ങനെയാണ് ഫ്ലക്സ് പോകുന്നത്. അതുപോലെ നോർത്ത് ടു സൗത്ത് വരുന്ന ഫ്ലക്സ് ഇങ്ങനെയാണ്. അപ്പൊ ഈ സൈഡിൽ എന്ത് ചെയ്തു? ഫ്ലക്സുകളൊക്കെ എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു. ഇവിടെ വരുന്ന സമയത്ത് എന്ത് പറ്റി നോക്കി? ഇവിടുന്ന് ഇങ്ങനെ ഫ്ലക്സ് വന്നു, അതുപോലെ ഇവിടുന്ന് ഫ്ലക്സ് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ സംഭവിച്ചേ? എന്ത് സംഭവിച്ചു? ബോട്ടമിൽ നിന്ന് ടോപ്പിലേക്ക് എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പ്ലസ് ചിഹ്നം വരുന്ന അവിടെ എന്ത് ചെയ്തു? താഴത്തേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ നമ്മളുടെ ഡോട്ടിന്റെ സൈഡിലാണെങ്കിൽ താഴെ നിന്ന് ടോപ്പിലേക്ക് എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുമിച്ചാണ് കണ്ടക്ടറുകൾ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ? ഇത് നമ്മളുടെ കണ്ടക്ടർ ആണ്. ഈ ഒരു കണ്ടക്ടറിന്റെ ഫേസ് കണ്ടോ നിങ്ങൾ? ജസ്റ്റ് ശ്രദ്ധിക്കുക ഒരു മിനിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടറിന് എത്ര ഫേസസ് ഉണ്ടാവും? ഈ രീതിയിൽ കണ്ടോ? ഇതാണ് നമ്മുടെ കണ്ടക്ടർ അല്ലെ? കണ്ടക്ടറിന് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് കറണ്ട് എന്ത് ചെയ്യും? ഈ പോകുന്ന രീതിയിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അതുപോലെ കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ രണ്ട് ഫേസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ എന്താ സംഭവിക്കുക? ഈ ഒരു കണ്ടക്ടറിലെ രണ്ട് സൈഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? പ്ലസിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? താഴത്തേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ ഡോട്ടിന്റെ സ്ഥാനത്ത് മുകളിലേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. കണ്ടോ? അപ്പൊ രണ്ട് സൈഡിലും ഈ രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ വരുന്ന സമയത്ത് ഈ സാധനം എന്ത് ചെയ്തു? റൊട്ടേഷൻ ചെയ്തു. കണ്ടോ? അപ്പൊ ഒരു കണ്ടക്ടർ എന്ത് ചെയ്തു? മൂവ്മെന്റ് ചെയ്യും. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ആർമേച്ചറിൽ എത്ര കണ്ടക്ടറുകൾ വെച്ചിട്ടുണ്ട്? ഒത്തിരി കണ്ടക്ടറുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എല്ലാ കണ്ടക്ടറുകളും ഇതുപോലെ ക്യുമുലേറ്റീവ് ആക്ഷൻ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നത്? റൊട്ടേഷൻ ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ ഫിഗർ മനസ്സിലായോ? അപ്പോ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. അപ്പൊ നമ്മളുടെ ഒരു കണ്ടക്ടർ ഈ കാണുന്ന രീതിയിൽ വെച്ചു. അപ്പൊ കറണ്ട് എങ്ങനെയാണ്? ഈ ഒരു ആരോ ശ്രദ്ധിക്കുക. ഈ രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടറിന്റെ ഒരു ഫേസ് എന്ത് ചെയ്തു? താഴത്തേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഈ ഒരു കാണുന്ന രീതിയിൽ ഇവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു.
അതുപോലെ ഈ കണ്ടക്ടർ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ രണ്ട് ഫോഴ്സും കൂടി ക്യുമുലേറ്റീവ് ആക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഒരു മോട്ടോർ എങ്ങനെയാണ് റൊട്ടേഷൻ ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ ഫിഗറുകളെല്ലാം മനസ്സിലായോ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ജസ്റ്റ് ശ്രദ്ധിക്കുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, വീഡിയോ പ്ലേ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ പറയാം. ഓക്കെ, ഒരു DC മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നോക്കുക, ഒരു DC മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ആണ്. നമ്മുടെ ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷന്റെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ ഫീൽഡ് പോൾ. ക്ലിയർ ആയോ? ഫീൽഡ് പോൾ എന്തിനാ യൂസ് ചെയ്യാം? ഫീൽഡ് പോൾ എന്തിനാ യൂസ് ചെയ്യാം? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം, കണ്ടോ? ഇതാണ് നമ്മൾ ഫ്ലക്സുകളൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പൊ നോർത്ത് ടു സൗത്ത് എന്തായാലും ഫ്ലക്സുകൾ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇതാണ് നമ്മുടെ ആർമേച്ചർ. അപ്പൊ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരു കണ്ടക്ടർ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കണ്ടക്ടർ അല്ല, ഇഷ്ടംപോലെ കണ്ടക്ടർ ഉണ്ടാവും. ജസ്റ്റ് വർക്കിംഗ് പറയാൻ നേരത്തെ മാത്രം ഒരു കണ്ടക്ടർ. ഇതാണ് നമ്മുടെ ആർമേച്ചർ. ആർമേച്ചറിന്റെ വൈൻഡിങ്. ഇതെന്താ പാർട്ട്? ഇതെന്താ സാധനം? നമ്മളുടെ ഇതെന്താ? ഈ സാധനം എന്താ? ബ്രഷ് വഴി എങ്ങോട്ട് കൊടുക്കുക? കമ്മ്യൂട്ടേറ്റർ. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും. എന്താ പറയാ? സ്പ്ലിറ്റ് റിങ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് റിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ സാധനം? ഈ കാണുന്ന പാർട്ട് ഏതാ? ബ്രഷ്. അപ്പൊ ബ്രഷിൽ നിന്ന് ഒരു DC സോഴ്സ്, ബാറ്ററി അല്ല, ജസ്റ്റ് എക്സാമ്പിളിന് വരച്ചതെന്നുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പൊ ഒരു DC സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് വഴി കമ്മ്യൂട്ടേറ്റർ വഴി ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. ഈ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുക? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആവുക. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് റൊട്ടേഷൻ ചെയ്യും. ഇതാണ് നമ്മുടെ ലോറൻസ് ഫോഴ്സ്. ഓക്കെ, നമുക്ക് വീണ്ടും നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പൊ നോക്കുക, ആർമേച്ചറിൽ രണ്ട് രീതിയിൽ സപ്ലൈ ഫോം ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിംഗ് പ്രകാരം രണ്ട് ഫോഴ്സുകൾ ഡെവലപ്പ് ചെയ്യും. കണ്ടോ? ഒരെണ്ണം താഴത്തേക്കായിരിക്കും, ഒരെണ്ണം എന്ത് ചെയ്യും? മുകളിലേക്കായിരിക്കും. ആ രണ്ടിന്റെ ക്യുമുലേറ്റീവ് ആക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു? റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. ആ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. കണ്ടോ? ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും 90 ഡിഗ്രി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഈ ഒരു കണ്ടക്ടർ 90 ഡിഗ്രി എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു നമ്മൾ നേരത്തെ ജനറേറ്ററിൽ പഠിച്ചാണ്,
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഏറ്റവും കുറവ് ഏത് സൈഡിലാ, ഏത് പൊസിഷനിലാ വരിക? ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഏത് ആംഗിൾ എത്തുമ്പോഴാണ് നമുക്ക് വരിക? ഫൈ ഈക്വൽ ടു എത്രയിൽ വരുമ്പോ? 180. 180. യെസ്, 180. പിന്നെയോ 180. 360. അല്ല, എടാ ഗ്രാഫ് നോക്കുക, നമുക്ക് നോക്കിയാൽ അറിയാം. 0 ഫൈ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? പിന്നെ 90 എത്തുമ്പോ എന്താവും? മാക്സിമം ആവും. ശരി, പിന്നെ 180 എത്തുമ്പോ 0. അപ്പൊ 0യും 180 ആണ് എന്ത്? ചേഞ്ച് ഓഫ് ഫ്ലക്സ് വളരെ കുറവ്. അപ്പൊ നമ്മുടെ മോട്ടർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പൊസിഷൻ കണ്ടോ? ഈ പൊസിഷൻ എത്തുന്ന സമയത്ത് നമുക്ക് ടോർക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ റൊട്ടേഷൻ നോക്കിയാൽ അറിയാം. ബാക്കി എല്ലാ ആംഗിളിലും നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ആംഗിളൊക്കെ നല്ല ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമെങ്കിൽ ഇത് കുറഞ്ഞു കുറഞ്ഞ് ഈ ഒരു പൊസിഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ടോർക്ക് 0. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടറുകളുടെ എണ്ണം അങ്ങ് കൂട്ടാം. അതായത് നിങ്ങൾ നോക്കിയാൽ ഈ പൊസിഷൻ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റൊട്ടേഷൻ വളരെ കുറഞ്ഞു. കണ്ടോ? 0, 180. അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് സംഭവിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഈ ഒരു കണ്ടക്ടറിന് പകരം നമ്മൾ കണ്ടക്ടറുകളുടെ എണ്ണം അങ്ങ് കൂട്ടും. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ ഒരു 4 കണ്ടക്ടർ ഈ രീതിയിൽ ഒരു കണ്ടക്ടർ കൂടി എന്ത് ചെയ്തു വെച്ചു. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് 0 ഈ പൊസിഷൻ, ഈ കാണുന്ന 0 പൊസിഷൻ ഉണ്ടെങ്കിലും ഒരു കണ്ടക്ടർ ഇവിടെ എത്രയുണ്ട്? മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറുകളുടെ എണ്ണം ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ടോർക്ക് കിട്ടും അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എല്ലാ കോണ്ടാക്ടറുകളും ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യും? ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഒരു DC മോട്ടോർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബ്രഷിന് സ്പ്രിംഗ് ടെൻഷൻ കൊടുക്കും അല്ലെ? കമ്മ്യൂട്ടേറ്ററിൽ ക്ലിയർ ആയിട്ട് ഫോഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ബ്രഷ് ഒരു സ്പ്രിംഗ് ടെൻഷനിലൂടെ കണക്ട് ചെയ്യും. ഇനി നോക്കുക, സ്റ്റേറ്റർ പാർട്ട് നോക്കുക. ഇതെന്ത് സാധനം? നമ്മുടെ ഈ കാണുന്ന പാർട്ട് ഏതാ? നമ്മുടെ സ്റ്റേറ്റർ. ഇതെന്ത് സാധനം? കുറെ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ? നമ്മുടെ സ്റ്റേറ്റർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോളിലാണല്ലോ നമ്മൾ വൈൻഡിങ് വെക്കുക. ആ പോൾ കോർ എങ്ങനെയായിരിക്കും? ലാമിനേഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ലാമിനേഷൻ ആണ് ഈ കാണിക്കുന്നത്. ക്ലിയർ ആയോ? ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട് ഒരുമിച്ച് വെക്കും. എന്തിനാ ലാമിനേഷൻ ചെയ്യുന്നത്? എഡി കറണ്ട് ഒഴിവാക്കാൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോമാഗ്നറ്റ് ആണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്തത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു DC മോട്ടറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, നമുക്കപ്പോ വീണ്ടും ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. DC മോട്ടറിന്റെ വർക്കിംഗ് ആണ്. ശ്രദ്ധിക്കുക, എക്സാമിന് DC മോട്ടറിന്റെ വർക്കിംഗ് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫിഗറുകൾ വരയ്ക്കുക. ഒന്നാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക, നമ്മൾ ഫീൽഡിലേക്ക് മാത്രം സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക, രണ്ടാമത്തേലേക്ക് നമ്മൾ ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്തിട്ടില്ല. ഡോട്ട് ആണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡോട്ട്. അപ്പൊ നമുക്കറിയാം കോർക്ക് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി അടുത്തതും അതേപോലെ തന്നെ ക്ലോക്ക് വൈസിന്റെ ഡയറക്ഷൻ ആണ്. ഇത് പ്ലസ് ചിഹ്നമായിരിക്കും. പ്ലസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും ഫ്ലക്സിന്റെ ഡയറക്ഷൻ. അപ്പൊ രണ്ട് രീതിയിൽ കറണ്ട് രണ്ട് രീതിയിൽ ഫ്ലോ ചെയ്യുന്ന ആ ഫ്ലക്സുകളുടെ ആംഗിളുകൾ കാണിക്കുകയാണ് സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും. ഇനി രണ്ട് നമ്മൾ ഒരുമിച്ച് വരച്ചാൽ എങ്ങനെയാണ് അവിടെ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ചിഹ്നത്തില് മുകളിൽ ഫ്ലക്സുകളുടെ സ്ട്രെങ്ത് കൂടും,
താഴത്തെ ഫ്ലക്സുകളുടെ സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് ഫ്ലക്സ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഡോട്ട് ആണെങ്കിൽ ബോട്ടം ടു ടോപ്പ് ആയിരിക്കും ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ, ഒരു കോയിൽ എടുക്കുകയാണെങ്കിൽ, കോയിൽ ഫുൾ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ കോയിലിന്റെ രണ്ട് ഫേസുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സൈഡിൽ പ്ലസും ഒരു സൈഡിൽ ഡോട്ടും. അപ്പൊ ഇത് രണ്ടും കൂടി ക്യുമുലേറ്റീവ് ആയിട്ട് ആക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് പറ്റി? ഒരെണ്ണം താഴത്തേക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു, ഒരെണ്ണം മുകളിലേക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. ഈ രണ്ട് ഫോഴ്സുകൾ ഉപയോഗിച്ച് നമ്മളുടെ റോട്ടർ എന്ത് ചെയ്യേണ്ടത്? റൊട്ടേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ ഒരു മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം വീണ്ടും പറയാൻ പോവാ. ബാക്ക് EMF. ഓർമ്മയുണ്ടോ എന്താണ് ബാക്ക് EMF? നമ്മൾ ലാബിൽ കുറെ ഡിസ്കസ് ചെയ്ത കാര്യം. ആരെങ്കിലും പറഞ്ഞേ ബാക്ക് EMF എന്താ? വൈവൊക്കെ കുറെ ചോദിച്ച കാര്യങ്ങളാണ്. ബാക്ക് EMF നമ്മൾ പഠിച്ചു, പറഞ്ഞേ. DC മോട്ടറിൽ നടക്കുന്ന കാര്യമാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ബാക്ക് EMF? ആർക്കും ഓർമ്മയില്ലേ? നമ്മൾ സ്റ്റാർട്ടറൊക്കെ പഠിച്ച സമയത്ത്, സ്റ്റാർട്ടറൊക്കെ ചെയ്ത സമയത്ത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യമായിരുന്നു. അതുപോലെ സ്പീഡ് കൺട്രോള്, DC മോട്ടറിന്റെ സ്പീഡ് കൺട്രോള് N പ്രൊപ്പോർഷണൽ ടു EB/5. അപ്പൊ EB എന്താന്നൊക്കെ കുറെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? ശരി, ഓക്കെ, ശ്രദ്ധിക്കാം. ബാക്ക് EMF എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയ, നമുക്കറിയാം നമ്മൾ മോട്ടറിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആർമേച്ചർ എന്ത് ചെയ്യും? റൊട്ടേഷൻ ചെയ്യും, അല്ലെ? അപ്പൊ ആർമേച്ചർ എവിടെയാണ് റൊട്ടേഷൻ ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലായിരിക്കും എന്ത് ചെയ്യുക? ഇത് റൊട്ടേഷൻ ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, ഇനി അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് ഫീൽഡിന്റെ ഫ്ലക്സിനെ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ആക്ച്വലി ഇത് എന്തായിട്ട് മാറും? ഒരു ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ എന്ത് ചെയ്യും? നമ്മുടെ ആർമേച്ചർ ഫ്ലക്സിനെ കട്ട് ചെയ്ത് അതിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. ഈ EMFനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് EMF, അല്ലെങ്കിൽ എന്ത് പറയും? കൗണ്ടർ EMF എന്ന് പറയും. ക്ലിയർ ആയോ? എടാ, നമ്മളെ മോട്ടറിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു, അല്ലെ? അപ്പൊ ആർമേച്ചർ എന്ത് ചെയ്യും? അതിൽ കിടന്ന് റൊട്ടേഷൻ ചെയ്യും. നമുക്കറിയാം ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇടയിലല്ലേ റൊട്ടേഷൻ ചെയ്യുന്നത്? സെയിം. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഒരു ജനറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ അതിന്റെ ഉള്ളിൽ ഈ ഒരു ആർമേച്ചർ ഫ്ലക്സിനെ കട്ട് ചെയ്യും, അതിലൊരു EMF ഉണ്ടാവുകയും ചെയ്യും. ഈ EMFനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് EMF. ഈ EMF എന്ത് ചെയ്യുന്ന അറിയോ? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, നമ്മൾ എത്ര വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത് ആ വോൾട്ടേജിന് എപ്പോഴും എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് കൗണ്ടർ EMF എന്ന്, അല്ലെങ്കിൽ ബാക്ക് EMF എന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ബാക്ക് EMF എന്താന്നുള്ളത് മനസ്സിലായോ? ബാക്ക് EMF എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇതൊന്ന് നോക്കിയ, ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ കണ്ടക്ടർ ഇവിടെ കിടന്ന് കറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള ഫ്ലക്സിനെ ഇത് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു EMF ഉണ്ടാവും. ഈ കണ്ടക്ടറിൽ എന്ത് ചെയ്യും? ഒരു EMF ഉണ്ടാവും. ഈ EMFനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് EMF. ഈ EMF അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ എപ്പോഴും എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള EMFനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് EMF, ഇല്ലെങ്കിൽ കൗണ്ടർ EMF എന്ന് പറയും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സ്റ്റാർട്ടറൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ സ്പീഡ് ഇക്വേഷൻ N പ്രൊപ്പോർഷണൽ ടു EB/5, ഇതിലൊക്കെ നമുക്ക് ബാക്ക് EMF കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ബാക്ക് EMF കണ്ടുപിടിക്കാനുള്ള ഫോർമുല, EB കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമ്മൾ നേരത്തെ ജനറേറ്ററിന്റെ EG കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ?
EG ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? ജനറേറ്റ് ചെയ്യുന്ന EMF കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെയിം തന്നെയാണ് EBക്ക്. അപ്പൊ EB ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? P5ZN/60A. നമ്മൾ ജനറേറ്ററിൽ കണ്ടുപിടിച്ച ഫോർമുല ഇല്ലേ EG കണ്ടുപിടിക്കാൻ, അതും EBയും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ ആയോ? നമ്മൾ EG കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഫോർമുല ഇല്ലേ, അതും ഇവിടെ നമ്മൾ EB കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയും സെയിം ആണ്. അതുപോലെ നമ്മൾ വേറൊരു ഫോർമുല ഉപയോഗിക്കേണ്ട EB ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? V മൈനസ് IARA ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് EMF കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? അപ്പൊ ഈ രണ്ട് ഫോർമുലകൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ഫോർമുല, ഈ ഒരു ഫോർമുല EBയുടെ ഫോർമുല നമ്മൾ എവിടെ ഉപയോഗിച്ച? സ്പീഡ് ഇക്വേഷനിൽ ഉപയോഗിച്ച ഫോർമുലയാണ്. EB ഈക്വൽ ടു V മൈനസ് IARA. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ DC മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ജനറേറ്ററിൽ എന്ത് പഠിച്ചോ അത് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല, സെയിം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നോക്കുക, ക്ലാസിഫിക്കേഷൻസ് എത്ര ടൈപ്പ് ഉണ്ട് എന്ന് കൂടി നോക്കുക. എത്ര ടൈപ്പ് ഉണ്ട്? മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡ്, പിന്നെ ഒന്നുകൂടി ഉണ്ട് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡ്, പെർമനന്റ് മാഗ്നറ്റ്. അപ്പോ DC ജനറേറ്ററും മോട്ടറും ഒരു വ്യത്യാസവും ഇല്ല, അതിന്റെ വർക്കിംഗിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ക്ലാസിഫിക്കേഷനും കൺസ്ട്രക്ഷനും എല്ലാം എന്താണ്? സെയിം ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞേ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സോറി, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് വെച്ചാ വേറൊരു ഫീൽഡ് അത്രേ ഉള്ളൂ. നമ്മൾ ആർമേച്ചറിലേക്ക് ഒരു സപ്ലൈ കൊടുക്കുന്നു, ഫീൽഡിലേക്ക് എന്ത് കൊടുക്കുന്നു? സപ്ലൈ വെവ്വേറെ ആയിട്ട് കൊടുക്കുന്നു. രണ്ട് ബാറ്ററി ഉപയോഗിച്ച് രണ്ട് സൈഡിൽ കൊടുത്താൽ എങ്ങനെയായിരിക്കും? അത്രേ ഉള്ളൂ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ഇനി പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് എന്തായിരിക്കും? പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് എന്തായിരിക്കും? നമ്മൾ ഫീൽഡിലേക്ക് പെർമനന്റ് മാഗ്നറ്റ് വെക്കും, ആർമേച്ചറിലേക്ക് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ? സപ്ലൈ കൊടുക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പിനെ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയും. സെൽഫ് എക്സൈറ്റഡ് നമുക്കറിയാം, എങ്ങനെയായിരിക്കും? സെൽഫ് എക്സൈറ്റഡ് എത്ര ആയിട്ട് തിരിക്കും? സീരീസ് ഉണ്ട്, ഷണ്ട് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വൈൻഡിങ് എങ്ങനെയായിട്ട് കണക്ഷൻ ചെയ്യും? സീരീസ് ആയിട്ട് കണക്ഷൻ ചെയ്യും. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വൈൻഡിങ് എങ്ങനെ കണക്ഷൻ ചെയ്യും? പാരലൽ ആയിട്ട് കണക്ഷൻ ചെയ്യും. ഈ രണ്ട് വൈൻഡിങ്ങുകളും യൂസ് ചെയ്യുന്ന മോട്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ്. ക്യുമുലേറ്റീവില് രണ്ട് ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ഷണ്ട് ഉണ്ട്, ലോങ് ഷണ്ട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എന്ന് വെച്ചാൽ ആർമേച്ചറിന് സീരീസ് ആയിട്ട് സീരീസ് ഫീൽഡ് കൊടുക്കുകയും ഇതിന് രണ്ടിനും പാരലൽ ആയിട്ട് ഷണ്ട് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ലോങ് ഷണ്ട് എന്ന് പറയുന്നു. ആർമേച്ചറിന് പാരലൽ ആയിട്ട് ഷണ്ട് ഫീൽഡ് കൊടുക്കുകയും അതിനെ ഷോർട്ട് ചെയ്തിട്ട് ഒരു സീരീസ് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ഷണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ക്ലാസിഫിക്കേഷൻ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ വീണ്ടും ഒന്നുകൂടി പറയാം, നമ്മളെ DC മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ DC മെഷീൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ, കാരണം ക്ലാസിഫിക്കേഷൻ എല്ലാത്തിലും സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ സപ്ലൈ ഇത് കൊടുക്കുക ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഇവിടെ DC മെഷീന് പകരം DC മോട്ടർ എന്ന് കൊടുക്കുക. DC മോട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ DC മോട്ടറിന് എഴുതുക. എന്നിട്ട് ഇവിടെ എഴുതുക സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ, സെൽഫ് എക്സൈറ്റഡ് DC മോട്ടർ, പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടർ. അപ്പൊ മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ജനറേറ്റർ ഉപയോഗിച്ച് സപ്ലൈ കൊടുക്കുന്നു. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം എക്സൈറ്റേഷൻ ചെയ്യിക്കുന്നു. പെർമനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? പെർമനന്റ് മാഗ്നറ്റ് കൊടുക്കുന്നു. ഇനി സെൽഫിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്. കോമ്പൗണ്ടിന് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ടൈം എൻഡ് ആവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്യൂസ് ഓപ്പൺ ചെയ്യാം, എല്ലാവരും അത് അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി. അപ്പൊ ക്ലിയർ ഇതുകൂടെ അറ്റൻഡ് ചെയ്തു, കുഴപ്പമില്ല. എനിക്ക് രണ്ടിന്റെ അറ്റൻഡൻസ് വേണം, അതുകൊണ്ടാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാൻ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ക്വിസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ ലിങ്ക് അയക്കുന്നുണ്ട്, ലിൻവേസിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ.